ഇവിടെ ഇന്നലെ പറഞ്ഞ ഹദീസുകൾ മഗ്ഫിറത്തിൻ്റെ ചില മാർഗങ്ങൾ, മഗ്ഫിറത്ത് കിട്ടാൻ ഉതകുന്ന ചില കാര്യങ്ങളായിരുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മഗ്ഫിറത്ത് കിട്ടേണ്ട വളരെ പ്രധാനപ്പെട്ട ചില മാർഗങ്ങൾ. ഒന്ന് എത്രയോ നമ്മൾ ഉണർത്തിയതാണ്. അൻ ഉമറ റളിയല്ലാഹു അൻഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആരെങ്കിലും മാ മിൻകും മിൻ അഹദിൻ യതവല്ലൗ അയുസ്ബിഹു الوضوء ثم يقول أشهد أن لا إله إلا الله وأن محمدا عبد الله ورسوله فتحت له أبواب الجنة ثمانية يدخل من أيها شاء. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. സമാനമായ ഹദീസ് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീൻ വജഅൽനി മിനൽ മുത്തത്വഹിരീൻ എന്നൊക്കെയുള്ള ദിക്ർ ഉൾപ്പെടുത്തിയിട്ട്, അതായത് നമ്മൾ വുളൂ ചെയ്ത് കഴിഞ്ഞാൽ വുളൂവിന് ശേഷം നമ്മളെ ഹൗദിൻ്റെ ആ ഭാഗത്തൊക്കെ ആ ദിക്ർ തൂക്കിയിട്ടുണ്ട്. അതിൽ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, അതിൽ ചുറുക്കിന് വെക്കണതല്ല. അപ്പോൾ നമ്മൾ വുളൂർത്ത് കഴിഞ്ഞാൽ രണ്ട് കൈകളും കണ്ണും ആകാശത്തേക്ക് മേപ്പോട്ട് ഉയർത്തിയിട്ട് വുളൂവിന് ശേഷമുള്ള ദുആ, അത് ദുആ ചെയ്താൽ വലിയ ഓഫറാണ്, വലിയ ഓഫറാണ്. റമളാനാകുമ്പോൾ പറയും വേണ്ട. എന്താ അതിൻ്റെ ഓഫർ? പരിശുദ്ധമായ സ്വർഗത്തിന് 8 കവാടങ്ങളുണ്ട്. ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നത്തി തമാനിയ, സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളും അവനക്ക് മേൽ മലക്കെ തുറക്കപ്പെടും. യദ്ഖുലു മിൻ അയ്യിഹാ ഷാ, അതിലേതിലേച്ചാൽ എനിക്ക് ഓനക്ക് കടക്കാൻ പറ്റും. അപ്പോൾ നോമ്പുകാർ സ്വർഗത്ത് കിടക്കുന്ന കവാടത്തിൻ്റെ പേരാണ് റയ്യാൻ. റയ്യാൻ, സ്വർഗത്തിന് സുന്ദരമായ കമാനങ്ങളുണ്ട്. മഹനീയമായ സ്വർഗത്തിൻ്റെ അതിവിപുലമായ വിശാലമായ ലോകത്തേക്ക് വിശ്വാസികൾക്ക് പ്രവേശിക്കാൻ മനോഹരമായ അലങ്കരിക്കപ്പെട്ട വളരെ രമണീയമായ സുന്ദരമായ കവാടങ്ങൾ 7-8 കവാടങ്ങളുണ്ട്. ഓരോ അമലുകളും ഇബാദത്തുകളും വെച്ച് നോക്കിയിട്ട് ഓരോരുത്തരുടെ പൊസിഷനും സ്ഥാനവും മാനങ്ങളും അവരുടെ കാറ്റഗറിയും അവരുടെ സ്റ്റാറ്റസൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചാണ് സ്വർഗത്തേക്ക് കവാടത്തിലൂടെ കയറ്റുക. പക്ഷേ 8 കവാടങ്ങളിലൂടെയും പോകാൻ സാധ്യതയുള്ള 8 കവാടത്തിലൂടെയും വെൽക്കം ചെയ്യപ്പെടുന്ന വലിയ മനുഷ്യന്മാരാരാ? വുളൂവിന് ശേഷം 2 കണ്ണും കൈയും മേപ്പോട്ട് ഉയർത്തി റബ്ബിനോട് തൗബ ചോദിച്ച് വുളൂവിന് ശേഷമുള്ള ദുആ അധികരിപ്പിച്ച ആൾക്കാർ. നമ്മളിപ്പോൾ ഏത് നാട്ടിൽ എവിടേക്ക് പോവുകയാണെങ്കിൽ, ഗൾഫിൽ മറ്റൊക്കെ പോവുകയാണെങ്കിൽ എല്ലാ കവാടങ്ങളും തുറക്കപ്പെട്ടാൽ വലിയ ഒരു സ്വീകരണമാണ്, ഒരു പരിഗണനയാണ്. കൂടിയും ചെല്ല, ഇന്ന ഭാഗത്ത് കൂടെ മാത്രമേ കിടക്കാവൂ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഏത് എയർപോർട്ടിൽ ഇറങ്ങിയാലും ഫോറിനേഴ്സിനുണ്ടെങ്കിൽ അവർക്കൊരു അവഗണന ഉണ്ടാവും. ചിലപ്പോൾ എന്നുവെച്ചാൽ ആ നാട്ടുകാർക്ക് പ്രത്യേക പരിഗണന ഉണ്ടാവും. ഇതുപോലെ സ്വർഗത്തേക്ക് 8 കവാടത്തിലൂടെയും കടക്കാൻ പറ്റിയ ആൾക്കാരാണ് വുളൂവിന് ശേഷം ഈ ദുആ പതിവാക്കിയ ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സിമ്പിളാണ്. എല്ലാ പള്ളിയിലും ഹൗദും കേരള എഴുതി വെച്ചിട്ടുണ്ടാവും. എല്ലാ പള്ളിയിലും ഉണ്ടാവും, എല്ലാ വിഭാഗത്തിൻ്റെ പള്ളിയിലും ഉണ്ടാവും. കാരണം അത്രയും പുണ്യാണത്. 8 കവാടങ്ങളും തുറക്കപ്പെടും. 8 കവാടങ്ങൾ പോച്ച കവാടത്തിലൂടെ അവനക്ക് താല്പര്യമില്ല, ഏത് കവാടത്തിലൂടെയും കയറിച്ചെല്ലാം. കവാടത്തിലൂടെ കയറി നടക്കട്ടെ, സ്വർഗം ഉറപ്പായല്ലോ. അപ്പോൾ ആ ദുആ നമ്മൾ കാണാതെ പഠിക്കണം. ഇനി കാണാൻ പഠിച്ചില്ലെങ്കിലും എല്ലാ പള്ളിയിലും ഉണ്ടാവും. പക്ഷെ സ്ത്രീകൾക്കും നമ്മളെ വീട്ടിലൊക്കെ അതങ്ങനെ എഴുതി വെക്കൊന്നുമില്ലല്ലോ. പക്ഷെ വീട്ടിലും പ്രത്യേകം ഉതിർക്കാനും സൗകര്യമുള്ള ചില വീട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പുതിയ വീടൊക്കെ ഉണ്ടാകുമ്പോൾ പ്ലാനൊക്കെ വരക്കുമ്പം ആ കോണിൻ്റെ ഭാഗത്തോ മാറ്റമൊക്കെ ആയിട്ട് വീടുണ്ടാക്കാൻ മാത്രം സൗകര്യം ഉണ്ടാവും. എന്നാണ് എറണാകുളത്തിൽ വീട്ടിൽ പോയപ്പോൾ കണ്ടു. കാരണം അവിടെ ആ ദുആ നല്ല ഭംഗിയിൽ സ്വർണ്ണ ലിപിയിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളും ആ പരത്തെ ഉമ്മയും എല്ലാവരും എന്ത് ചെയ്യും, ഉതിർത്ത് വരുമ്പം ആ ദ്വാർക്കും. അതൊക്കെ നല്ലതാണ്. നമ്മളെ മക്കൾക്ക് എന്തെങ്കിലും ആഹർത്ത് കൂടിയിട്ടാണ് സ്വർഗത്ത് കയറ്റാനല്ല നോക്കേണ്ടത്. എങ്ങനെയെങ്കിലും ഗവൺമെൻറ് ജോലി കയറ്റാനല്ലല്ലോ. അത് ദുഞ്ഞാവര് വേണം. ഗവൺമെൻറ് ജോലി കയറ്റാനും വലിയ കമ്പനി കയറ്റാനും ഗൾഫ് കയറ്റാനൊക്കെയാണ് നമ്മൾ ഇവിടെ ഭയങ്കര മണ്ടിപ്പായ. സ്വർഗത്ത് കയറ്റാൻ വേണ്ടിയിട്ട് ഉദുൻ്റെ ദുആ അവിടെ നിന്ന് എഴുതിച്ചാൽ മതിയല്ലോ. അല്ലെങ്കിൽ സമാനമായ നന്മകളും സുഹൃത്തങ്ങളും ഹൈറുകളൊക്കെ അവരെ കൊണ്ട് ചെയ്യിക്കും. അതാണ് യഥാർത്ഥ സ്നേഹം. മക്കളോടുള്ള ഒറിജിനൽ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ കുറേ പൈസ കൊടുക്കലും ഇവിടെ എങ്ങനെയെങ്കിലൊക്കെ കമ്പനി തിരികെ കയറ്റലൊന്നും അല്ല. അതൊക്കെ താൽക്കാലികമായ ഭൗതികമായി ദുനിയാവിലെ ചെറിയ സുഖങ്ങൾ മാത്രം. എൻ്റെ എല്ലാ കാലമുള്ള എറ്റേണൽ എല്ലാ കാലം നിലനിൽക്കുന്ന സ്വർഗത്തേക്ക് എങ്ങനെയെങ്കിലും കയറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് ഈ ദുആ വുളൂവിന് ശേഷമുള്ളത്. ഈ ക്ലാസ് കേട്ടതിന് ശേഷം എല്ലാവരും പതിവാക്കണം. ഉതിർത്ത് കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് പോരരുത്. ആ ദുആ എല്ലാവരും ചെല്ലുക. പ്രധാനപ്പെട്ട ഒരുപാട് ഹദീസിൻ്റെ കിതാബിലൂടെ വന്നു. അത് മഗ്ഫിറത്തിന് പറ്റിയ വലിയ മാർഗ്ഗദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടും. അതൊരു തൗബയാണ്. അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീൻ, അല്ലാഹുവേ ഏറ്റവും വലിയ തൗബ ചെയ്യുന്നവർ എന്നെ നീ പെടുത്തണേ തമ്പുരാനെ. വജഅൽനി മിനൽ മുതത്വഹിരീൻ, ഏറ്റവും ശുദ്ധിയുള്ള ആൾക്കാരെന്നെ പെടുത്തുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ വുളൂവിന് ശേഷമുള്ള ആ ദുആ മഗ്ഫിറത്തിൻ്റെ വലിയൊരു മാർഗ്ഗമാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞു വുളൂവിൻ്റെ ശേഷമുള്ള 2 റക്അത്ത് സുന്നത്തുകാരത്തെ കുറിച്ചാണ്. ഇന്ന് പറഞ്ഞത് വുളൂവിൻ്റെ ശേഷമുള്ള ദുആ. ഇത് എല്ലാവർക്കും അറിയണ കാര്യമാണെങ്കിൽ ഇങ്ങനെ ഉണർത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും,
അത് പ്രത്യേകമായി ഉള്ളിലേക്ക് ബോധ്യം വരും. നമുക്ക് അറിവില്ലായ്മ കൊണ്ടുള്ള അറിവുകളെല്ലാം നമുക്ക് വേണം, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണർത്താനാണ് വേണം. ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, ഓർമ്മപ്പെടുത്തണം. കാരണം ഫഇന്ന ദിക്റ, ഓർമ്മപ്പെടുത്തൽ മുഅ്മിനീങ്ങൾക്ക് ഉപകരിക്കും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ മഗ്ഫിറത്തിന്റെ പത്താണല്ലോ, ദോഷങ്ങൾ പുറക്കപ്പെടുന്ന പാപമോചനത്തിന്റെ പത്താണ്. ഈ മഗ്ഫിറത്ത് കിട്ടാൻ പറ്റിയ വലിയൊരു വഴിയുണ്ട്. അതായത് അൽ മശിയു ഇലൽ മസാജിദി ലിൽ ജുമഅ വൽ ജമാഅത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്ത് അലാ, ഞാൻ അറിയിച്ചു തരട്ടെ നിങ്ങൾക്ക്, അലാ ഉഖ്ബിറുക്കും ബിമാ യംഹുല്ലാഹു ബിൽ ഖതായ, നിങ്ങളെ തെറ്റുകൾ, ദോഷങ്ങൾ, പാപങ്ങളൊക്കെ അല്ലാഹു മായ്ച്ചു കളയും. അങ്ങനെ കുറച്ച് കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ ചോദിച്ചു. നിങ്ങളെ പദവികൾ, ആഖിറത്തിൽ നിങ്ങളെ പദവികൾ ഇങ്ങനെ ഉയർത്തി ഉയർത്തി അല്ലാഹു ഉന്നതയിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ആഖിറത്തിൽ നിങ്ങളെ പദവി ഉയർത്താനും നിങ്ങളെ ദോഷങ്ങളൊക്കെ പൊറുക്കാനും പറ്റിയ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ ചോദിച്ചു. അപ്പോൾ സ്വഹാബത്ത് ആകാംക്ഷയോടെ സാഗൂതം വീക്ഷിക്കാൻ, എന്താപ്പാ സംഗതി? അപ്പോൾ പറഞ്ഞു, ഇസ്ബാഉൽ വുളൂഇ അലൽ മകാരിഹി, വുളൂ അധികരിപ്പിക്കുക. വുളൂ നല്ല ഉഷാറായി കയ്യും മുട്ടും കൈ വരെ കഴുകാൻ നിർബന്ധമുള്ള, കുറച്ചുകൂടി കയറ്റി കഴുകുക. മുഖം കയ്യും കാലൊക്കെ അങ്ങനെ തന്നെ, നിർബന്ധമായ ഭാഗത്തിനേക്കാൾ കുറച്ചും കൂടി കയറ്റി കഴുകുക. വുളൂ എടുക്കുന്ന ആ ഭാഗങ്ങൾ വെളുത്ത് പ്രകാശിക്കും ആഖിറത്തിൽ എന്നാണ് നബി തങ്ങൾ പറയുന്നുണ്ട്. കോടാനുകോടി മനുഷ്യന്മാരുണ്ടാകുമ്പോൾ എൻ്റെ ഉമ്മത്തിന് ഞാൻ തിരിച്ചറിയില്ല, എങ്ങനെ അവർ വുളൂ എടുത്ത ഭാഗങ്ങൾ പ്രകാശിക്കും, അതുകൊണ്ട് തിരിച്ചറിയുന്ന. അപ്പോൾ എത്ര തണുപ്പുണ്ടെങ്കിലും വുളൂ ഉഷാറായിട്ട് എടുക്കുക, അത് ദോഷങ്ങൾക്ക് പൊറുക്കപ്പെടാൻ പറ്റിയ മാർഗ്ഗമാണ്. നമുക്ക് വുളൂ മുറിഞ്ഞില്ലെങ്കിലും ഒരു വുളൂ കൊണ്ടൊരു നിസ്കാരം നിസ്കരിച്ച് കഴിഞ്ഞാൽ അടുത്ത വുളൂ മുറിഞ്ഞിട്ടില്ല നിൽക്കുക, എന്നാൽ തന്നെ വുളൂ പുതുക്കൽ സുന്നത്തുണ്ട്. നമ്മൾ ളുഹർ നിസ്കരിച്ച വുളൂ നമുക്ക് മുറിഞ്ഞിട്ടില്ല, നമ്മൾ ളുഹർ നിസ്കരിച്ചു, അപ്പോഴാണ് അസ്സലാം കൊടുക്കുന്നത്. എന്നാൽ വുളൂ മുറിഞ്ഞിട്ടൊന്നുമില്ലെങ്കിലും ഒന്നുകൂടി പോയി വുളൂ എടുക്കുന്നത് സുന്നത്തുണ്ട്. അതിന് തജ്ദീദിന്റെ വുളൂ എന്നാ പറയാം. അപ്പോൾ വുളൂ എടുക്കുക എന്ന് പറഞ്ഞത് വുളൂ നല്ല ഉഷാറായിട്ട് എടുക്കുക. അലൽ മക്കാരിഹ്, താല്പര്യമില്ലാത്ത സമയത്ത്, നല്ല തണുപ്പാണ്, ഇനിയിപ്പോൾ കയ്യും കാലൊക്കെ നനക്കാനാവില്ല, അങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പം നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന സമയമാണെങ്കിൽ പോലും ആ സമയത്ത് വുളൂവിന് പ്രത്യേകത ഉണ്ട്. എപ്പോഴും കടന്നുറങ്ങാൻ പോവുകയാണെങ്കിൽ വരെ വുളൂ ഉണ്ടാക്കി ഉറങ്ങണം എന്നാ. ഉറങ്ങിയാൽ വുളൂ പോകും, വേറെ വിഷയം. ഉറങ്ങിയാൽ വുളൂ പോകും, പക്ഷേ ഉറങ്ങിയാൽ വുളൂ പോകുമെങ്കിലും ഉറങ്ങുമ്പോൾ ഒന്ന് വുളൂ എടുത്ത് കിടക്കുക. ആ ഉറക്കത്തിൽ മരിച്ചാൽ ഷഹീദിൻ്റെ കൂലിയുണ്ട് എന്നാ. അതൊക്കെ വലിയ ഫദലും വലിയ പുണ്യമാണ്. ഏതാവട്ടെ, അങ്ങനെ ഇസ്ബാഉൽ വുളൂഇ അലൽ മകാരിഹി, വുളൂ അധികരിപ്പിക്കുക, അത് ദോഷം പൊറുക്കപ്പെടാൻ പറ്റിയ കാര്യമാണ്. വകസറത്തുൽ ഖുത്താ ഇലൽ മസാജിദ്, പള്ളിക്ക് നടന്നു പോവുക, അത് വലിയ ഫദലാണ്. നമ്മുടെ അടുത്ത് ബൈക്കുണ്ട്, കാറുണ്ട്, സൈക്കിൾ ഉണ്ടെങ്കിലൊക്കെ, നടക്കാൻ പ്രയാസം ഉണ്ടെങ്കിലൊക്കെ ബൈക്ക് എടുത്ത് പോവുക, കുറേ ദൂരം ഉണ്ടെങ്കിലൊക്കെ, അല്ലെങ്കിൽ നടന്നു പോകുന്ന വലിയ പുണ്യം. മയ്യത്തിനെ കൊണ്ടുപോകുമ്പം കേട്ടോ, പള്ളിക്കാട്ടേക്ക് മയ്യത്തിനെ കൊണ്ടുപോകുമ്പോൾ നിസ്കരിക്കാൻ പോകുമ്പോഴൊക്കെ മയ്യത്തിനെ കൂടെ നടന്നു പോകുന്നതിന് പ്രത്യേക ഫദലുണ്ട്. ഈ നടന്നില്ല പോക്കം, അത് ഭൗതികമായിട്ടുണ്ട്, ആത്മീയമായിട്ടുള്ള ഈ പറഞ്ഞുകൊടുക്കുന്നത്. നമ്മൾ നടത്ത് നന്നാകുമ്പോൾ നമുക്ക് എക്സസൈസാണ്, വ്യായാമം കിട്ടും, തടിക്കും നല്ലതാണ്. അതുകൊണ്ട് തന്നെ നബിതങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തു, പള്ളിക്ക് നടന്നു പോവുക, മറക്ക് ഒഴിവാക്കിയിട്ട്. വേറെ അതീത്ത് കാണുന്നത് വലം മൻ ഗസ്സല വഗ്തസല ബക്കറ വബത്തക്കറ മഷ വലം ഇറക്കൽ, വണ്ടി പോകാതെ, അന്നത്തെ വണ്ടി ഒട്ടകോ കുതിരൊക്കെ ആയിരിക്കും, വണ്ടി പോകാതെ ബൈക്കും കാറൊന്നും ഇല്ലാതെ പള്ളിക്ക് നടന്നു പോവുക. വദനാമിനൽ ഇമാമി, അങ്ങനെയൊക്കെ ഇമാമിന്റെ അടുത്ത് നിന്ന് നിസ്കാരം പങ്കെടുത്ത് നിസ്കരിച്ചു പോന്നാൽ കാനത്ത് കുല്യ ഖുതുബത്തിൻ, ഓൻ പള്ളിക്ക് വെക്കണം ഓരോ കാലടിക്കും, ഓരോ സ്ക്വയർ ഫീറ്റിനും ഒരു കാലെടുത്ത് വെച്ചാൽ അതിന് അല്ലാഹു തആല രേഖപ്പെടുത്തി കൊടുക്കും. എന്ത്? അജ്റു സനതി സുയാമിഹ വഖിയാമിഹ. എന്താ ഈ പറഞ്ഞ ഓഫറൊക്കെ? ഒരു കൊല്ലം നിസ്കരിച്ച് നോമ്പെടുത്തിയും കൂടി ഓരോ കാൽപാദത്തിനും വെക്കും. നമ്മൾ കുറച്ചൊരു കിലോമീറ്റർ ദൂരമുണ്ട് കേട്ടോ, അല്ലെങ്കിൽ 1 കിലോമീറ്റർ ദൂരമുണ്ട്, അവിടുന്ന് പള്ളിക്ക് എത്ര വട്ടം നടന്ന് എത്ര കാല് വെച്ചാലാ പള്ളിക്ക് എത്തുക? അപ്പോൾ ദൂരത്തിന് വരുന്നതനുസരിച്ച് പുണ്യം കൂടും. അപ്പോൾ ഓരോ കാലെടുത്ത് വെച്ചാൽ ഓരോ കാലടിക്കും ഒരു വർഷത്തെ സുന്നത്ത് നോമ്പിൻ്റെയും സുന്നത്ത് നിസ്കാരത്തിൻ്റെയും കൂലി ഉണ്ടാവുന്ന മുത്തനബിതങ്ങൾ പറയുമ്പോൾ ഇതിൻ്റെ പഴയ കാലത്ത് എത്രയോ ദൂരത്തിനേ നടന്നു വന്നിരുന്നത്. അതുകൊണ്ട് ആ ബനൂ സലമ കുടുംബക്കാർ അവരെ പെര പള്ളിൻ്റെ മദീന പള്ളിയിൽ നിന്ന് കുറേ ദൂരത്തേന്. അപ്പോൾ അവർ ജമാഅത്തിന് എപ്പോഴും പങ്കെടുക്കാൻ വേണ്ടി പെര പൊളിച്ച് പുതിയ പെര ഉണ്ടാക്കുക പള്ളിയുടെ അടുത്ത്. ഈ വിവരം നബിതങ്ങൾക്ക് കിട്ടി. അപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, എന്ത് പോയത്തങ്ങൾ ചെയ്തു വെച്ച്. എന്ത് വെച്ച് അത് ഇങ്ങനെ അവിടുന്ന് പെര മാറ്റിയിട്ട് പള്ളിൻ്റെ അടുത്തേക്ക് പെരടുക്കുന്നുണ്ട് കേട്ടു. അതെ, ഞങ്ങളെപ്പത്തില്ല പെര നബിയെ കുറേ ദൂരത്താണ്, ജമാഅത്തിന് വരാനും പള്ളിക്ക് വരാനൊക്കെ ഇമ്മിണി പാടാം, ഇമ്മിണി ബുദ്ധിമുട്ടാണ്, വലിയ പ്രയാസമാണ്. അപ്പോൾ നമ്മൾ പള്ളിക്ക് നടന്നു വരാൻ വേണ്ടിയിട്ട് ആ പെര ഒഴിവാക്കിയിട്ട് പള്ളിൻ്റെ അടുത്ത് വീടൊക്കെ തീരുമാനിച്ചിരുന്നത്. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, വനീസ്വലമ തുക്തബ് സാർക്കും, വല്ലാത്ത പോയത്തക്കാർ
നിങ്ങൾ അത്രയും ദൂരത്തു നിന്ന് വരുന്ന എത്ര കൂലി, എത്ര ഫദലും, എത്ര ദർജയും കിട്ടും നിങ്ങൾക്ക്. അതൊക്കെ ഒഴിവാക്കിയിട്ട് ഈ തൊട്ടടുത്ത് നിന്ന് നിങ്ങൾക്ക് കൂലി കോരല്ലേ ചെയ്യണത്. അതുകൊണ്ട് തീരുമാനം മാറ്റണം. അപ്പോൾ ഇതൊന്നും നമ്മൾ ഈ ഒരു നിലയ്ക്ക് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ വലിയ ഹൈറാണ്. നടക്കാൻ പ്രയാസമുണ്ടെങ്കിൽ വണ്ടിക്ക് വരണ്ടെന്നല്ലേ പറഞ്ഞത്. പക്ഷെ നടന്നു വരണതിൻ്റെ ഫദല് വേറെ. അപ്പോൾ നമ്മളൊക്കെ കുറേ തെറ്റുകൾ നമ്മളിൽ നിന്ന് വന്നു പോകുമ്പോൾ ജമാഅത്തിന് സുബഹിക്ക് കൃത്യമായിട്ട് വരൽ പതിവാക്കുക, നടന്ന് വരൽ പതിവാക്കുക, അതിനൊക്കെ ദോഷങ്ങൾ പൊറുക്കപ്പെടല്ലേ. അങ്ങനെ മരിക്കുമ്പോഴേക്ക് നമ്മുടെ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെട്ടിട്ടുണ്ടാവും. വരുമ്പോൾ എന്ത് കരുതുക, എൻ്റെ കൊളസ്ട്രോൾ കുറയാൻ വേണ്ടിയിട്ട് നടക്കുന്നത് കരുതരുത്, ഒരു വ്യായാമമാകട്ടെ എന്ന് കരുതരുത്. നമ്മുടെ ലക്ഷ്യം അള്ളാഹിൻ്റെ കൂലി കിട്ടണം, അള്ളാഹുവിൻ്റെ പ്രതിഫലം കിട്ടണം, അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടണം, സുന്നത്ത് കിട്ടണം എന്ന് കരുതിയിട്ട് നമ്മൾ വരിക. അപ്പോൾ അള്ളാഹുത്തെ ലാഭമായിട്ട് നമ്മളെ ഭൗതികമായി നമ്മുടെ ഫിസിക്കലി കണ്ടീഷൻസൊക്കെ നമുക്ക് ഉഷാറാക്കി ഫിറ്റാക്കി തരും. അപ്പോൾ ഏതാവട്ടെ നടന്നു പോകണതിന് പള്ളിയിലേക്ക് നടന്നു പോകേണ്ട വലിയ ഫضലുണ്ട്, വലിയ മഹത്വമുണ്ട്. അപ്പോൾ ദോഷങ്ങൾ പൊറുക്കപ്പെടുന്ന ഒരു പുണ്യം. ഇപ്പം നിങ്ങൾ റമദാനൊക്കെ ഇങ്ങനെ ജമാഅത്തിനൊക്കെ നടന്നു വരുന്നുണ്ടല്ലോ, തറാവീഹിനും മറ്റും മറിച്ച്, അപ്പോൾ അതിൻ്റെ പുണ്യം കിട്ടും. അപ്പോൾ ചില ആൾക്കാർക്ക് സംശയമുണ്ട്, അവസ്ഥ നടന്നു വരാൻ പ്രയാസമാണ്, ബൈക്കിൽ പെട്രോൾ വയ്ക്കുന്ന ചിലവല്ല, അപ്പോൾ അതിൻ്റെതായ ഫضല് കിട്ടും. എന്നാൽ നടന്നു വരലാണ് ഏറ്റവും ഹൈറ്. അത് ദോഷങ്ങൾ പൊറുക്കപ്പെടാൻ പറ്റിയ വലിയൊരു മുക്കഫിറാത്താണ്, മഗ്ഫിറത്തിൻ്റെ വഴികളാണ്. അപ്പം മഗ്ഫിറത്തിന് ഇങ്ങനെ ഒരുപാട് വഴികളുണ്ട്. ബഹുമാനപ്പെട്ട ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജിന് സ്വർഗ്ഗത്ത് പോയല്ലോ. അല്ലാഹു സ്വർഗ്ഗം കാണിച്ചു കൊടുത്തു. സ്വർഗത്ത് കണ്ട് എത്തിയപ്പോൾ തന്നെ സ്വർഗത്തിൽ ഒരാളിങ്ങനെ നടക്കണ ഒരു കാലച്ച. നമുക്ക് ശീലം, നമ്മുടെ പെരയിൽ നമ്മൾ കണ്ണുകൊണ്ട് കാണണമെങ്കിലും ഉമ്മാൻ്റെ നടത്തും വാപ്പാൻ്റെ നടത്തും നമുക്ക് വേർതിരിച്ചറിയാനോ. അപ്പോൾ ഒച്ചപ്പാടേക്കും ആ ഉമ്മയാണ്, അല്ലെങ്കിൽ വാപ്പയാണ്, അല്ലെങ്കിൽ പെങ്ങളാണ്, പെണ്ണുങ്ങളാണ്, കുട്ടികളാണ്. നമ്മൾ കാണാതെ തന്നെ ആരാണ് വരുന്നത് നമുക്ക് അവരുടെ ആ ഒരു നേരിട്ട് കണ്ണുകൊണ്ട് കണ്ടില്ലെങ്കിൽ ആ ഒച്ചപ്പാടും ആ നടത്തത്തിൻ്റെ കൂടെ കണ്ടറിയാലോ. ഇതുപോലെ നബിതങ്ങൾ സ്വർഗത്തേക്ക് എത്തിയപ്പോൾ നബിതങ്ങൾ സ്വർഗത്തേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ സ്വർഗത്തിൽ ബിലാൽ എന്നവരുടെ കാലച്ച നബിതങ്ങൾ കേട്ടു. ബിലാൽ റളിയല്ലാഹു അൻഹു സ്വർഗത്തിലൂടെ നടന്നു പോകുന്ന ആ ഒരു രീതിയും ശൈലിയൊക്കെ നബിതങ്ങൾക്ക് ഫീൽ ചെയ്തു. അത്ഭുതമായി. പടച്ചോനെ, ഞാൻ സ്വർഗത്തേക്ക് എത്തുന്നതിന് മുമ്പ് എൻ്റെ ബിലാൽ ഇവിടെ എത്തിയോ? ബിലാൽ സ്വർഗത്തിൽ ചവിട്ടുന്നത് നബിതങ്ങൾക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ നബിതങ്ങൾ ചോദിച്ചു, എൻ്റെ ബിലാലെ അത്ഭുതം കിട്ടോ എൻ്റെ കാര്യം? ഞാൻ സ്വർഗത്തേക്ക് എത്തുമ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ ഇജ്ജ് കൂടെ ചവിട്ടി പോകണമെന്ന് ഞാൻ കണ്ടല്ലോ, എന്ത് നന്മ ചെയ്യണത്? അത് നമ്മൾ ഈ പറഞ്ഞ പോയിന്റാ ഇന്നലെ പറഞ്ഞത്. എന്ത്? ബിലാൽ തങ്ങൾ എപ്പോൾ ഉദൂർത്താൽ എപ്പോൾ 2 റക്അത്ത് നിസ്കരിക്കും. വുളു ചെയ്താൽ 2 റക്അത്ത് ഞാൻ പതിവാക്കും. നബി എത്ര ഇടങ്ങേറുണ്ടെങ്കിൽ ഞാൻ ഉദൂർക്കും, എത്ര തണുപ്പുണ്ടെങ്കിലും ഞാൻ ഉദൂർക്കും. ഉദൂർത്താൽ 2 റക്അത്ത് നിസ്കാരം പതിവാക്കും. അതുകൊണ്ടാണ് അങ്ങ് കടക്കുന്നതിൻ്റെ മുമ്പേ സ്വർഗത്തിൽ കടന്നു എന്നല്ല, പക്ഷേ അങ്ങനെയാണ്. അതായത് ഇസ്രാ മിഅ്റാജിന് പോയപ്പോൾ നബിതങ്ങൾ സ്വർഗത്തേക്ക് എത്തുന്നതിന് മുമ്പ് ബിലാൽ തങ്ങളെ കൂടെ നടന്നു പോകുന്നത് നബിതങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ അത്രയും വലിയ സ്വർഗത്തിലേക്ക് കുതിക്കാൻ പറ്റിയൊരു വലിയ കാര്യമാണ് ഈ പറഞ്ഞതൊക്കെ. അപ്പോൾ മഗ്ഫിറത്തിൻ്റെ പത്ത് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇക്കാര്യത്തിന് അല്ലാഹു മഗ്ഫിർലി ദുനൂബി അറബിയും പറയൽ മാത്രമല്ല മഗ്ഫിറത്തിൻ്റെ വഴി. ദോഷങ്ങൾ പൊറുക്കപ്പെടാനുള്ള വഴികളായി പറഞ്ഞ ഒന്നു പതിവാക്കുക, എത്ര തണുപ്പിനെങ്കിൽ ഒന്നുണ്ടാക്കുക, ഒന്നും മുറിഞ്ഞ വേറെ ഒന്നുണ്ടാക്കുക, പള്ളിക്ക് നടന്നു വരിക, ഉണർത്തതിന് ശേഷം നിസ്കാരം പറ്റുമെങ്കിൽ നിസ്കരിക്കുക. ഇതൊക്കെയും മഗ്ഫിറത്തിൻ്റെ വഴികളും മഗ്ഫിറത്തിൻ്റെ മാർഗങ്ങളുമാണ്. നമുക്ക് മഗ്ഫിറത്ത് അനിവാര്യമാണ്. കാരണം മഗ്ഫിറത്തില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും കൂട്ടിയാൻ കൂടൂല. മഗ്ഫിറത്തിനെന്താ? പാപമോചനം. അതിന് മാത്രം നമ്മൾ വാരി കൂട്ടുന്നൊരു തെറ്റുകൾ ഇഷ്ടംപോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. നിരന്തരം കണ്ണുകൊണ്ടും കാതുകൊണ്ടും ഒക്കെ വന്നുകൊണ്ടേ ഇരിക്കുക. നമ്മുടെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ ഇടപെടലുകൾ, നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള പ്രതികരണങ്ങൾ എല്ലാം നമ്മൾ നിരന്തര തെറ്റുകളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ തെറ്റുകളൊക്കെ പൊറുക്കപ്പെടാനുള്ള മാർഗങ്ങളും ധാരാളം കഴിക്കണം, ധാരാളം വഴികളും മാർഗങ്ങളും ഉണ്ടാവണം. നമ്മൾ ഇന്നത്തെ ഭക്ഷണ രീതികളൊക്കെ രോഗം ഉണ്ടാക്കണമെന്ന് കണ്ടിട്ടല്ലേ നമ്മൾ ഈ മാക്സബിനും മറ്റു മറിച്ചൊക്കെ പോണത്. വ്യായാമം അധികരിപ്പിക്കണം. എന്തിനാ? പണ്ടത്തെ പോലല്ല, ഇപ്പോൾ അനിവാര്യമാണ്. അതിന് മാത്രം ശരീരത്തിന് കേടുണ്ട്. ആ കേടൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കളിക്കാൻ പോകണം, വ്യായാമത്തിന് പോകണം എന്ന് പറഞ്ഞ മാതിരി ഇന്നത്തെ നമ്മുടെ ചുറ്റുപാടനുസരിച്ച് ദോഷങ്ങൾ കൂടി വരാൻ അത് പോകാനും വേണം നമുക്ക് എന്ത്? ആത്മീയമായിട്ടുള്ളൊരു മാക്സവൻ, അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ളൊരു എക്സസൈസ്. അതാണ് ഈ പറഞ്ഞ മഗ്ഫിറത്തിൻ്റെ വഴികളും മഗ്ഫിറത്തിൻ്റെ മാർഗങ്ങളൊക്കെ. അപ്പം അതിന് വലിയ പുണ്യമുണ്ട്. ഇങ്ങനെ ദോഷങ്ങൾ പുറക്കപ്പെടാൻ പറ്റിയ മഗ്ഫിറത്തിൻ്റെ വഴികൾ വേറെ കുറേ പറയുന്നുണ്ട്. അങ്ങനെ കുറച്ചിങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ആ ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നമുക്ക് പ്രാക്ടിക്കലാക്കാൻ സാധിക്കും. അപ്പോഴാണ് ഇൽമു നാഫിയാവുക. ലൈസൽ ഇൽമു മാ ഹുഫിള, കുറേ കേട്ടതോ കുറേ മനപ്പാടാക്കിയതോ അല്ല ഇൽമു. അല്ല ഇൽമു മാ നഫഅ, കേട്ടിട്ടത് ജീവിതത്തിൽ ഉൾക്കൊള്ളാനും പകർത്താനും സാധിച്ചാൽ അതാണ് ഇൽമു എന്ന് ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഇതൊക്കെ പതിവാക്കാനും ചെയ്യാനൊക്കെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.